കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ബോംബ് പൊട്ടിച്ചുകൊണ്ടാണ് ജി സുധാകരൻ ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. CPM-ന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് പുറത്തിറങ്ങിയ അദ്ദേഹം പാർട്ടിയുടെ ഉള്ളിലെ കള്ളത്തരങ്ങൾ ഓരോന്നായി വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന സുധാകരൻ ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുന്നത് പിണറായി മന്ത്രിസഭയിലെ കരുത്തനായ ഒരു മന്ത്രിക്കിട്ട് തന്നെയാണ്. നോവിച്ചുവിട്ട പാമ്പിനെ പോലെ പകയോടെ നിൽക്കുന്ന സുധാകരൻ പാർട്ടിയുടെ രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാക്കാൻ ഉറച്ചു തന്നെയാണ് നീങ്ങുന്നത്. സഖാവ് P. കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്ത സംഭവത്തിൽ സുധാകരൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ CPM-നെ പ്രതിക്കൂട്ടിലേക്ക് എത്തിക്കുകയാണ്. റിപ്പോർട്ടർ TVയിലെ നേരാ നേതാവേ എന്ന പരിപാടിയിൽ അദ്ദേഹം തുറന്നടിച്ചത് മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെയാണ്. 2013 ഒക്ടോബർ 31 പുലർച്ചെ കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ടപ്പോൾ കേവലം ഒരു മണിക്കൂറിനുള്ളിൽ, അതായത് പുലർച്ചെ 2:30 സജി ചെറിയാൻ എങ്ങനെ അവിടെ എത്തി എന്നതാണ് സുധാകരന്റെ പ്രധാന ചോദ്യം. ആ രാത്രിയിൽ സജി ചെറിയാൻ അവിടെ എത്തിയത് എന്തിനായിരുന്നു? അദ്ദേഹത്തിന്റെ സാന്നിധ്യമെന്ന സംശയമുനയിലായിരുന്നില്ലേ? ഈ വെളിപ്പെടുത്തൽ സജി ചെറിയാനെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിലും ഗൗരവപരമായ മറ്റൊന്ന്, ഈ സംഭവത്തിൽ അന്വേഷണം വേണ്ട എന്ന് വെച്ചത് അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ എന്നും സുധാകരൻ തുറന്നു പറയുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും അത് തടഞ്ഞത് പിണറായി ആയിരുന്നു. സ്വന്തം പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവിന്റെ സ്മാരകം തകർക്കപ്പെട്ടിട്ടും അത് അന്വേഷിക്കേണ്ട എന്ന് തീരുമാനിച്ചതിന് പിന്നിലെ താല്പര്യം എന്തായിരുന്നു? പ്രതികളെ സംരക്ഷിക്കാനായിരുന്നു ഈ നീക്കം എന്നും പോലീസ് പ്രതികളാക്കിയവരല്ല യഥാർത്ഥ കുറ്റവാളികളെന്നും സ്മാരകം തകർത്തവർ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ സുരക്ഷിതരായിട്ട് ഇരിക്കുന്നുണ്ടെന്നും സുധാകരൻ പറയുമ്പോൾ CPM വലിയൊരു ഗൂഢാലോചനയുടെ കേന്ദ്രമായിട്ട് മാറുകയാണ്. വിഭാഗീയത മൂർച്ഛിച്ചു നിന്ന കാലത്താണ് കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ടത്. അന്ന് പിടിക്കപ്പെട്ട 5 പ്രതികളും CPM പ്രവർത്തകർ തന്നെയായിരുന്നു. അത് പാർട്ടിയുടെ അധപതനത്തിന്റെ ആഴം വ്യക്തമാക്കി. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സെക്രട്ടറി ലതീഷ് B. ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പ്രതിപട്ടികയിൽ ഉണ്ടായിട്ടും 2020 കോടതി അവരെ വിട്ടയച്ചപ്പോൾ അപ്പീൽ പോകാൻ പോലും CPM തയ്യാറായില്ല. ഇതിനു പിന്നാലെ 1ഉം 2ഉം പ്രതികളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. സ്വന്തം നേതാവിനെ അപമാനിച്ചവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അവകാശപ്പെടാൻ കഴിയും? ജി സുധാകരൻ പുറത്തുവിടുന്നത് പാർട്ടിക്കുള്ളിലെ ആ വലിയ ചതികളുടെ കഥകളാണ്. പിണറായി വിജയന്റെ തണലിൽ ക്രിമിനലുകൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന സുധാകരന്റെ ആരോപണം കേരളം ഗൗരവത്തോടെ കാണുകയാണ്. വരും ദിവസങ്ങളിൽ CPM-ന്റെ കൂടുതൽ അഴുക്കുപുരണ്ട രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന സൂചനയാണ് സുധാകരൻ നൽകുന്നത്. സ്വന്തം അണികളെ പോലും ശ്രദ്ധിക്കുന്ന നേതൃത്വത്തിന് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുക തന്നെ ചെയ്യും. ഈ പോരാട്ടം വെറും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമല്ല, മറിച്ച് CPM-ന്റെ മുഖം മൂടി അഴിച്ചുമാറ്റുന്ന വലിയൊരു രാഷ്ട്രീയ യുദ്ധമാണ്.